വളരെ സങ്കടകരവും ദാരുണവുമായ സംഭവമാണ്. ഇന്നലെ വൈകിട്ട് ഒരു 6:30 ഈ അപകടമുണ്ടായത്. കോടഞ്ചേരി ചന്ദ്രൻകുന്നിൽ ബിജുവിൻ്റെയും ഷീബയുടെയും മക്കളാണ്. 10ഉം 14ഉം വയസ്സുള്ള നിതിനും ഐബിനും. നമ്മളിപ്പോൾ ആ കാണുന്ന ഈ തോട്ടിലേക്കാണ്, തോട്ടിൽ മീൻ പിടിക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയതായിരുന്നു ഈ കുട്ടികൾ. അപ്പോഴാണ് തൊട്ടടുത്തുള്ള ഒരു വൈദ്യുതി ലൈനിൽ നിന്നും മരം വൈദ്യുതി ലൈൻ ഇങ്ങോട്ട് തോട്ടിലേക്ക് വീണു. തൊട്ടടുത്ത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, തേക്കിൻ്റെ ഒരു കൊമ്പ് ആ വൈദ്യുതി ലൈനിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെ ആ വൈദ്യുതി ലൈൻ പൊട്ടി നേരെ വീണത് ഈ തോട്ടിലേക്കാണ്. കുട്ടികൾ അപ്പോൾ ആ തോട്ടിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ അപകടമുണ്ടായത്. കുട്ടികൾ തൽക്ഷണം തന്നെ മരിച്ചു. തൊട്ടടുത്ത് അവരുടെ കൂടെ ഒരു സുഹൃത്തുകൂടി ഉണ്ടായിരുന്നു. അവരാണ് നാട്ടുകാരോട് വിവരം അറിയിക്കുകയും നാട്ടുകാരെത്തുകയും ഒക്കെ ചെയ്ത് അപ്പോഴേക്കും കുട്ടികൾ മരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ എപ്പോഴാണ് ഈ അപകടം? അത് ഒരു 5-5:30 ആ സമയമായി കാണും. അപ്പോഴാണ് അവരുടെ ചേച്ചി വന്ന് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അതാണ് സംഭവിച്ചത്. ഈ കൂടുതൽ കുട്ടികൾ വരുന്ന സ്ഥലമാണ്? കൂടുതൽ വരുന്ന എല്ലാവരും പറയുന്നത് മഴക്കാലം ആകുമ്പോഴത്തേക്കും പിള്ളേർ വരുന്ന എല്ലാ ഭാഗത്തുനിന്നും വരും. പിടിക്കാനൊക്കെ ആയിട്ട് പിടിക്കാനും കുളിക്കാനും തുണി അലക്കാനും അങ്ങനെ എല്ലാത്തിനും വരുന്ന. ഈ കുട്ടികൾ എത്ര പേരുണ്ട് അവർക്ക്? ഷീബ, ബിജു? ഇത് 3 മക്കളാണ്. 2 ആൺമക്കളും ഒരു പെണ്ണും. അത്രേ ഉള്ളൂ. ഇവരും ഈ ഇന്നലെ വന്നിരിക്കുന്ന 3 കുട്ടികളായിരുന്നു? ഇല്ല, 2 പേര്. ഇത് കുളിക്കാൻ വന്ന ഇവിടെ ഈ മാവുണ്ടല്ലോ ഒരെണ്ണം, മാങ്ങ വറുക്കാൻ വന്ന, അതിൻ്റെ കൂടെ കുളിക്കാനും കൂടെ വന്ന. കൂടെ ഒരു കുട്ടി കൂടെ ഉണ്ടായിരുന്നു? അത് വേറെ കൊച്ചാ. അതാണ് എനിക്കറിയില്ല, വേറെ ഒരാള്. ലക്ഷ്മി, തീർച്ചയായും 3 കുട്ടികളാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അതിൽപ്പെട്ട 2 കുട്ടികളാണ് അപകടത്തിലിപ്പോൾ മരിച്ചത്. അവരുടെ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടിയിലുമൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുകയാണ്. ഉച്ചയോടുകൂടി തന്നെ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. മലയോരത്ത് കനത്ത മഴയാണ് കുറേ ദിവസങ്ങളായി തുടരുന്നത്. അതിനിടയിലാണ് തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നത്. തോട്ടിൽ കഴിഞ്ഞൊരു 2 ആഴ്ച മുമ്പ് കോഴിക്കോട് താമരശ്ശേരിക്കടുത്ത് സമാനമായ രീതിയിൽ തന്നെ കുളത്തിൽ കുളിക്കാനിറങ്ങിയ കുട്ടികൾ മുങ്ങി മരിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോൾ കുളിക്കുന്നതിനിടെ അല്ലെങ്കിൽ ഈ തോട്ടിൽ നിൽക്കുന്നതിനിടെ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടമാണ്. ഏതായാലും വലിയ ജാഗ്രതയും ഒക്കെ എടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഈ മഴക്കാലമായതിനാൽ ഇങ്ങനെ മരം വീണുള്ള അപകടം തുടർച്ചയായി കോഴിക്കോട് പ്രത്യേകിച്ചും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ ഈ കുളിക്കാനും ഒക്കെ ആയി തോട്ടിലേക്കും മറ്റുമൊക്കെ പോകുന്ന ആളുകൾ ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീഴുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപകടത്തിൽ പെടാതിരിക്കാനുള്ള ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ എടുക്കേണ്ടതുണ്ട് എന്നുള്ള 14ഉം 10ഉം വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. ഈ കാറ്റിൽ വൈദ്യുതി ലൈൻ മുകളിലേക്ക് മരം വീണ് ലൈൻ പൊട്ടി വെള്ളത്തിൽ വീണാണ് ഈ അപകടമുണ്ടായത്. പ്രേക്ഷകർ ഒരിക്കൽ കൂടി പറയുകയാണ്, ശക്തമായ മഴയാണ് എല്ലായിടത്തും പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തോട്ടിലേക്കും മറ്റുമൊക്കെ മീൻ പിടിക്കാനൊക്കെ ധാരാളം ആളുകൾ പോകുന്നുണ്ട്, നമുക്കത് കാണാനും സാധിക്കും. ദയവ് ചെയ്ത് ഇത് ചെയ്യരുത് എന്നുള്ളതാണ് ഒരിക്കൽ കൂടി പറയുന്നത്. നിങ്ങൾ ജാഗ്രത പുലർത്തുക.